ത്തെക്കുറിച്ചുള്ള ധ്യാനം ഒന്ന് തുടരുകയാണ്. കുമ്പസാരിച്ച് കഴിഞ്ഞ് പ്രായശ്ചിത്തം നിറവേറ്റി കഴിഞ്ഞ് നമ്മുടെ സാധാരണ അനുദിന ജീവിത ക്രമങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ തുടർന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മുടെ പാപം വഴി മറ്റുള്ളവർക്ക് കുറേ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാപം വഴി നമ്മളിലുണ്ടായ ദുരന്തങ്ങൾ ഈശോ പാപക്ഷമ നൽകിയപ്പോൾ നീങ്ങിപ്പോയി. നമ്മുടെ പാപം വഴി നമ്മിലുണ്ടാകുന്ന കൃപാനഷ്ടം പരിഹരിക്കാൻ അവിടുന്ന് പരിശുദ്ധ കുർബാനയിലൂടെ ജീവൻ പകരാൻ കാത്തിരിപ്പുണ്ട്. നമ്മുടെ ഈ ആത്മാവിൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് മോചനം പ്രാപിച്ചു കഴിഞ്ഞ് ഇനി ആരോഗ്യം പ്രാപിക്കണം. ഉദാഹരണം പറഞ്ഞാൽ പലകയിൽ ഒരു ആണി അടിച്ചു കയറിയിരിക്കുകയാണ്. ഈ പലകയിൽ അടിച്ചു കയറിയ ആണി ഊരിയെടുത്തു കഴിഞ്ഞാൽ ആ പലക ഇനി ഉപയോഗിക്കാം. പക്ഷെ അതിൻ്റെ ആ ദ്വാരം, ഹോൾ അവിടെ ഉണ്ടാവും. അത് അടയ്ക്കണം. അപ്പോൾ നമ്മുടെ അനാരോഗ്യം അല്ല രോഗം, പാപം വഴി വന്നത് ആത്മാവിൻ്റെ രോഗം, ആരോഗ്യമില്ലായ്മ, ആ രോഗം ഈശോ ഇപ്പം എടുത്തു മാറ്റി നമുക്ക് പാപമോചനം തന്നു. പക്ഷേ ആരോഗ്യമുണ്ടാകണം. ഇനി അതിന് പോഷകാഹാരം കഴിക്കണമല്ലോ. ആത്മാവിൻ്റെ പോഷകാഹാരം കിട്ടുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്. യോഗ്യതയോടെ കുർബാന സ്വീകരിച്ചുകൊണ്ടാണ്. കുർബാന സ്വീകരിക്കണമെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് കുർബാന സ്വീകരിക്കാനായിട്ട് ആണ് ശ്രമിക്കേണ്ടത്. ചില വ്യക്തികളെങ്കിലും ജോലി തിരക്കുള്ളത് കൊണ്ട് ഒരാൾ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ഞാനത് അയാളെ നിരുത്സാഹപ്പെടുത്തി. ജോലി കഴിഞ്ഞ് അയാൾ വരുന്ന വഴിക്ക് അയാൾ കുറച്ച് നേരം ഒരു ലൈബ്രറിയിൽ കയറി കുറച്ച് വായനയുണ്ട്. ദിനപത്രം വായിക്കും, വേറെ ചില പുസ്തകങ്ങൾ അതെല്ലാം വന്നിട്ടുണ്ടെന്ന് നോക്കും. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് അത് അടയ്ക്കുന്നതിന് മുൻപ് അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് നേരെ പള്ളിയിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോഴേക്കും പള്ളിയിലെ കുർബാന സ്വീകരണ സമയമായിരിക്കും. എന്നിട്ട് പോയി കുർബാന സ്വീകരിക്കും. അയാൾ ഏതാണ്ട് 3 വർഷമായിട്ട് അതുപോലെ കുർബാന സ്വീകരിച്ച് കഴിയുകയാണ്, കുർബാനയിൽ പങ്കെടുക്കാതെ. അതൊരു പാപമാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പാപാവസ്ഥ ഞാനൊന്ന് പറഞ്ഞു തരാം. അദ്ദേഹത്തിൻ്റെ അഭിഷേകത്തിനുള്ള വില കൊടുക്കാൻ അയാൾ തയ്യാറാണോ? ഈ ലൈബ്രറിയിൽ പോയി ഇരിക്കുന്നത് അറിവുണ്ടാകാനായിട്ട് ആവശ്യമുള്ള കാര്യമാണ്. പക്ഷെ അതിനേക്കാളും വലിയൊരു കാര്യം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയാണ് എന്നുള്ളത് എന്തുകൊണ്ട് അദ്ദേഹം അറിഞ്ഞിട്ടില്ല? പ്രയോറിറ്റി എന്തിനാ കൊടുത്തിരിക്കുന്നത്? 1-ാം സ്ഥാനം എന്തിനാ കൊടുത്തിരിക്കുന്നത്? പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കിട്ടുന്ന വചനത്തിലൂടെയും ആ പ്രാർത്ഥനയുടെ സമയത്തും കിട്ടുന്ന അനുഗ്രഹം, യേശുവിൻ്റെ പാപപരിഹാര ബലിയുടെ എല്ലാ യോഗ്യതകളും പ്രാപിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ സമയമാണത് പരിശുദ്ധ കുർബാന. അതിൽ പങ്കെടുക്കാതെ കുർബാന സ്വീകരണം മാത്രം നടത്തി 3 വർഷമായിട്ട് കഴിയുന്നയാളുടെ അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ മാത്രം പറ്റില്ല. അത് വലിയൊരു വീഴ്ചയായിരുന്നു. ഞാൻ പറഞ്ഞു അത് ന്യായീകരണമില്ലാത്തൊരു വീഴ്ചയാണ്. പിന്നീട് ഞാൻ പറഞ്ഞു കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് വേണം പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. അല്ലാതെ കുർബാന സ്വീകരിക്കുന്ന അവസരങ്ങളുണ്ടാകാം. ഇപ്പോൾ രോഗികൾക്ക് രോഗിലേപനം കൊടുക്കുന്നതോട് കുർബാനയ്ക്ക് കൊടുക്കുന്നത് പോലെ ഒരു അവസ്ഥയ്ക്ക് ഉണ്ടാകാം. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന് പരിശുദ്ധ കുർബാനയിൽ വിശ്വാസമുണ്ട്. പക്ഷെ പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കുചേരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു അറിവില്ലായ്മയുണ്ട്. അതാരും പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാത്തതുകൊണ്ടുണ്ടാകുന്നതാണ്. ഏതായിരുന്നാലും അദ്ദേഹം തിരുത്തി. ഞാൻ പറയുന്നത് പരിശുദ്ധ കുർബാനയിൽ പറ്റുമെങ്കിൽ ഈ കുമ്പസാരിക്കുന്ന വ്യക്തി ഞായറാഴ്ച മാത്രം പോരാ, എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാൻ, ഒന്നുകിൽ രാവിലെ അല്ല വൈകിട്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് കുർബാനയിൽ പങ്കെടുക്കാൻ തയ്യാറാകണം. എന്നിട്ട് പരിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കണം. അങ്ങനെ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പാപം ക്ഷമിച്ച കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ തിരുവോസ്തുരൂപനായി പരിശുദ്ധ കുർബാനയായി എഴുന്നള്ളി വന്നതിൻ്റെ ശേഷം നമ്മൾ ആ യേശുവിനോട് സംസാരിച്ച് നന്ദി പറഞ്ഞ് കുറച്ചു നേരം മൗനമായിട്ടിരിക്കണം. അങ്ങനെ വരുമ്പോൾ പാപഫലമായി ആത്മാവിനുണ്ടായ രോഗാവസ്ഥയിൽ മോചനം കിട്ടുന്നു, ആരോഗ്യം കിട്ടുന്നു. മറ്റൊന്നുള്ളത്, നമ്മുടെ പാപം വഴി നമ്മുടെ വീട്ടുകാർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നാട്ടിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ഏതെങ്കിലും മനുഷ്യ വ്യക്തി മുറിവേറ്റിട്ടുണ്ടോ? നമ്മൾ അവരോട് ചീത്ത പറയുകയോ തെറി പറയുകയോ അവരെ മർദ്ദിക്കുകയോ അവർക്ക് സാമ്പത്തിക ദുരിതമുണ്ടാക്കുകയോ സൽപ്പേര് നശിപ്പിക്കുകയോ അവരെ ലൈംഗികമായി ദുരുപയോഗിക്കുകയോ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമായില്ല
നമ്മൾ അവരുമായി അനുരഞ്ജനപ്പെടാനുള്ള മാർഗങ്ങളുണ്ടെങ്കിൽ അനുരഞ്ജനപ്പെടണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴി ആരാണോ മുറിവേറ്റ അവരോട് പോയി സോറി പറയണം. അതേ സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ ദുരുപയോഗിച്ചു, കുമ്പസാരത്തിൽ അത് ഏറ്റുപറഞ്ഞ പാപമോചനം പ്രാപിച്ചു കഴിഞ്ഞ് പിന്നെ ആ സ്ത്രീയുടെ അടുക്കൽ ഇനി മാപ്പ് പറയാൻ വേണ്ടി പോകണ്ട. അങ്ങനെ ഉണ്ടായ ഒരു ആന്തരിക മുറിവ് ഉണങ്ങിയിരിക്കുന്ന വ്യക്തിയാണ് അയാളെങ്കിൽ ആ മുറിവ് വെറുതെ വീണ്ടും ഉണർന്ന് വന്നെന്ന് വരാം, കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അയാൾ സന്തോഷം കുടുംബജീവിതം നയിക്കുന്ന ആളാണെങ്കിൽ ആ സ്ത്രീക്ക് അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് സ്ത്രീകളോട് അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരോട് ഈ ഒരു മേഖലയിൽ, ലൈംഗികതയുടെ മേഖലയിൽ ഉണ്ടായ കഴിഞ്ഞ കാലത്തിലെ ഉപദ്രവങ്ങൾക്ക് മാപ്പ് പറയാൻ നേരിട്ട് പോകണമില്ല എന്നല്ല. നിങ്ങളുടെ കൂടെ കഴിയുന്ന ഒരാൾ, നിങ്ങളുമായിട്ട് എപ്പോഴും ഇടപഴകുന്ന ഒരാളാണെങ്കിൽ സംഭാഷണ മധ്യേ സോറി പറയുന്നതിൽ തെറ്റില്ലെങ്കിലും അല്ലാത്തൊരിടത്തേക്ക് വിദൂരത്തോ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ കഴിഞ്ഞു പോയി കുറേ കാലം കഴിഞ്ഞിട്ടൊരു വ്യക്തിയോട് നേരിട്ട് മാപ്പ് പറയാൻ പോകാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെയുള്ള സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കൗൺസിലിങ്ങിന് പോയ ഒരാൾ കൗൺസിലിംഗ് വെച്ച് കേട്ടു, 25 വർഷം മുമ്പ് താൻ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യാനായിട്ട് ഒരുങ്ങി അവളെ ഒത്തിരി ഉപദ്രവിച്ചു. ഒന്നും വിജയിച്ചില്ലെങ്കിലും ആ വ്യക്തിയുടെ വസ്ത്രമൊക്കെ വലിച്ചു കീറിയ തെറ്റുകളൊക്കെ സംഭവിച്ചു. അപ്പോൾ ഇത് കുമ്പസാരത്തിൽ കൗൺസിലിങ്ങിൽ വെച്ച് വെളിപ്പെട്ട് കിട്ടി, ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ച്. അപ്പോൾ അയാളിപ്പോൾ കല്യാണം കഴിക്കാൻ ജീവിക്കുന്ന ആൾ ആ സ്ത്രീയോട് പോയി മാപ്പ് പറയാൻ തീരുമാനം എടുക്കുന്ന 25 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൻ്റെ ഒരറ്റത്ത് മറ്റേ അറ്റത്തേക്ക് കാൽനട യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് പള്ളികളൊക്കെ കയറി അവിടെ നിന്ന് ഭിക്ഷാടനം നടത്തി അവർക്ക് ജീവിച്ച് പരിഹാരം ചെയ്താണ് പോകുന്നത്. ആ വീട്ടിൽ കയറി ചെന്ന് ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ അടുക്കൽ സംസാരിച്ച് എന്നിട്ട് പറഞ്ഞു, ആ സ്ത്രീയുടെ വീടാണെന്ന് ഉറപ്പാക്കിയിട്ട് പറഞ്ഞു, ഞാൻ 25 വർഷം മുമ്പ് നിങ്ങളുടെ ഭാര്യയെ ഇതുപോലെ ബലാത്സംഗം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, അതിന് മാപ്പ് പറയാൻ വന്നതെന്ന് പറഞ്ഞു. ആ ഭർത്താവ് ഭീകരമായിട്ട് ഇയാളെ മർദ്ദിച്ചെന്നാണ് ഞാൻ കേട്ടത്. ഞാനിത് നേരിട്ട് കേട്ട കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. അങ്ങനെയുള്ള അബദ്ധങ്ങൾ ചെയ്യരുത്, മണ്ടത്തരങ്ങൾ കാണിക്കരുത്. അത് യേശു പരിഹരിക്കേണ്ട കേസാണ്. ഒരുപക്ഷെ അവളുടെ മുറിവ് ഉണങ്ങിയിട്ടുണ്ടായിരിക്കാം. ആ ഭർത്താവിനെയും കൂടി അത് അറിയിച്ച്, അത് ജ്ഞാനമില്ലാത്ത ഒരു മണ്ടത്തരമായിരുന്നു, അങ്ങനെ ചെയ്യേണ്ട. നിങ്ങൾ ആർക്കെങ്കിലും നഷ്ടം വരുത്തിയെങ്കിൽ ആ നഷ്ടം നിങ്ങളൊന്ന് പരിഹരിച്ചു കൊടുക്കുക. സാമ്പത്തികമായിട്ടാണെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കണം. അതുപോലെ ഒരാൾ സൽപ്പേര് നശിപ്പിച്ചു കൊടുത്തുവെങ്കിൽ ഇനി അത് വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് സൽപ്പേര് പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്താൻ പോയി അപകടമാണെങ്കിൽ അതിന് പോകണ്ട. പക്ഷേ അയാളുടെ സൽപ്പേരുണ്ടാകുന്ന എന്തെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ വശത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ അന്യായ സമ്പത്ത് നമ്മുടെ കൈവശം ഇരിപ്പുണ്ടെങ്കിൽ അതിൽ ഒരു പൈസ പോലും നമ്മുടെ കൈവശം ഇരിക്കരുതിനി. പാപകരമായി നേടിയ സമ്പാദ്യത്തിൽ ഒരു പൈസ പോലും നമ്മുടെ കയ്യിൽ ഇരിക്കരുത്. അവിടെ വളരെ വ്യക്തമായിട്ട് അങ്ങനെയുള്ള പണം എന്ത് ചെയ്യണമെന്ന് ഈശോ പറയുന്ന ഒരു വചനം ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, അന്യായ സമ്പത്ത് കൊണ്ട് സ്നേഹിതരെ സമ്പാദിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ അവ നിങ്ങളെ കൈപിടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. അത് ലൂക്ക 16:9 വചനമാണ്. ലൂക്ക 16:9. ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. അത് നിങ്ങളെ കൈപിടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. മറ്റൊരാൾക്ക് നഷ്ടം വരുത്തിയതാണെങ്കിൽ ആ പണം അയാൾക്ക് തിരിച്ചു കൊടുക്കണം. ഇനി അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആ പണം പാവപ്പെട്ടവർക്ക് കൊടുത്തേക്കുക. അപ്പോൾ പാവപ്പെട്ടവർക്ക് അല്ല ദൈവ ശുശ്രൂഷയ്ക്ക്, പൊതുവായിട്ട് ദൈവജനത്തിന് ഉപകാരപ്പെട്ട ദൈവ ശുശ്രൂഷ മേഖലയിലേക്ക് അത് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഈ സാമ്പത്തിക സഹായം കിട്ടുന്ന വ്യക്തികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും, സ്വർഗത്തിൽ പോകാൻ കാരണമായി തീരും. അപ്പോൾ അങ്ങനെയുള്ള സമ്പത്ത് നമ്മുടെ കുടുംബത്തിലിരിപ്പുണ്ടെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, ദൈവം തരാത്ത, ദൈവം അനുവദിക്കാത്ത, ആശീർവദിക്കാത്ത സമ്പത്ത് അത് നമ്മുടെ കുടുംബത്തിലിരിപ്പുണ്ടെങ്കിൽ അത് കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് നാശത്തിന് കാരണമാകും. കൈക്കൂലി വാങ്ങിയ പണം, മോഷ്ടിച്ചെടുത്ത പണം, മറ്റുള്ളവർ വഞ്ചിച്ചെടുത്ത പണം, അതൊന്നും നമ്മുടെ കുടുംബത്തിലുണ്ടാകാൻ പാടില്ല. അതുണ്ടെങ്കിൽ അതിലൂടെ പിശാചം കയറും. ഇതിനെയാണ് ഈ ശാപം കുടുംബത്തിലുണ്ടെന്ന് പലരും പറയുന്നത്. ഇതിനെയാണ് അധാർമിക സമ്പത്ത് കൊണ്ട് കയറി വരുന്ന പൈശാചികതയാണ് ഈ ശാപം. ആ അധാർമിക സമ്പത്ത് ഉപേക്ഷിക്കാതെ അത് മറ്റുള്ളവർക്ക് കൊടുക്കാതെ പാവപ്പെട്ടവർക്ക് കൊടുക്കണം, അല്ല ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് മാറ്റി വെക്കണം. അങ്ങനെ ചെയ്യാതെ നമ്മുടെ കുടുംബത്തിൽ വെച്ചാൽ അടുത്ത തലമുറയ്ക്കും കൂടി അത് ഉപകാരപ്പെടില്ല. അതുകൊണ്ട് കുമ്പസാര ശേഷം ചെയ്യേണ്ട ഈ കാര്യങ്ങൾ നമ്മൾ ഈ നോമ്പ് കാലത്ത് ധ്യാന വിഷയമാക്കുക. എവിടെയെങ്കിലും എനിക്ക് അങ്ങനെ പരിഹരിക്കേണ്ടതായിട്ടുണ്ടോ?
എവിടെയെങ്കിലും എനിക്ക് തെറ്റിദ്ധരുത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് സഭയ്ക്ക് ദുഷ്പേരുണ്ടാക്കിയതാണെങ്കിൽ സഭയ്ക്ക് സൽപ്പേരുണ്ടാകത്തക്ക വിധമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങണം. സുവിശേഷ വേലയെ സഹായിക്കണം, അതുപോലെ പ്രേക്ഷിത വേല എടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കൃപാവരം ഈ അവസരത്തിൽ ദൈവം നമുക്ക് തരട്ടെ. ഈശോയെ